അതുകൊണ്ടല്ലേ എല്ലാ തിന്മകൾക്കും ഇവിടെ ഫലം തരാത്തത്. എല്ലാ തിന്മകൾക്കും അല്ലാഹു തആല ഇവിടെ ശിക്ഷ തരുന്നുണ്ടോ? ഇല്ല. രണ്ടെണ്ണത്തിന് ശിക്ഷ ഇവിടെ തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്നാനി യുഅജ്ജിലുഹുമല്ലാഹു അൽ ഉഖൂബത ഫിദ്ദുനിയ. രണ്ട് കാര്യങ്ങൾ, അതിന്റെ ശിക്ഷ ദുനിയാവിൽ അല്ലാഹു തആല തരും. തന്നിട്ടേ അല്ലാഹു തആല കൊണ്ടുപോകും. അത് വേഗം തരും. ആള് മരിക്കുന്നതിന് മുമ്പ് തന്നെ, മരിക്കുന്നതിന് മുമ്പ് ടൈം ഇട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു കൊണ്ട കൊടുക്കും. അങ്ങനെയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന് അൽ ബഗ്യു, അക്രമം, അരുത്. അതിന് ഫലം തന്നിട്ടേ കൊണ്ടുപോകും. അതെത്ര വലിയ ആളാണെങ്കിലും. ഒരുപാട് സ്വഹാബിമാരെയും താബീങ്ങളൊക്കെ കൊല്ലാകൊല നടത്തിയ ആളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓതുന്ന ഖുർആനില്ലേ, ആ ഖുർആനിന് വള്ളിയും പുള്ളിയും ശബ്ദും മദ്ദും ഒക്കെ ഇട്ട് ശരിക്കും ക്രോഡീകരിച്ചത് ഹജ്ജാജാ. കഅബ പുനരുദ്ധാരണം ചെയ്ത 10 ആളുകളിൽ ഒരാൾ ഹജ്ജാജ് ബിൻ യൂസുഫാണ്. പക്ഷേ മരിക്കുന്ന നേരത്ത് ശരീരമാസകലം വേദനിച്ച് പൊളഞ്ഞു കളിച്ചു. ദിവസങ്ങളോളം വേദനിക്കുന്ന സമയത്ത് ഹജ്ജാജ് പറയുന്നുണ്ട്, എന്റെ മുന്നിൽ വന്നിട്ട് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ വാൺ ചെയ്യുന്നു, താക്കീത് ചെയ്യുന്നു. ഞാൻ ശിക്ഷിച്ച ഓരോ ശിക്ഷകൾക്കും പകരം ഞാൻ വേദനിക്കുന്നു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കഴിമരത്തിലേറ്റി. ഒരുപാട് മഹാന്മാരായ സ്വഹാബിമാരെ കൽത്തുറങ്കിലടച്ചു. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അതേ അറബശാലയിൽ കൊണ്ടുപോയി മൃഗത്തെ അറുക്കും പോലെ അറുത്തു. ജാജ് പൊളഞ്ഞിട്ട് പറയാൻ, ഞാൻ ചെയ്ത അക്രമങ്ങൾക്കൊക്കെ ഉള്ള ഫലം ഞാൻ ഇങ്ങനെ അനുഭവിക്കാണ്, വേദനിച്ചു കൊണ്ടുവയ്യ. അക്രമം ചെയ്യരുത് ഒരാളോട്. പണ്ടേ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഒരു ബെയ്ത്തുണ്ട്. ഇപ്പത്തെ മദ്രസയിൽ അതുണ്ടോ അറിയില്ല. ലാ തളിലിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറാ ഫള്ളുൽ മുയർജിഉക ബാഹു ഇലൻ നദമി. എത്ര കഴിവുള്ള ആളാണെങ്കിലും ലാ തളിലിമന്ന, ളുൽമ ചെയ്യരുത്, അക്രമം ചെയ്യരുത്. നല്ല കഴിവും ശേഷമൊക്കെ ഉണ്ട് നിനക്ക്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമുണ്ടാകൂല എന്ന് കരുതിയിട്ടായിരിക്കും ചെയ്യരുത്. പക്ഷേ ആ അക്രമത്തിന്റെ തിക്തഫലം അത് ഖേദത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ മടങ്ങി വരും. ഒരിക്കലും അത് വരാതെ നിന്നെ കൊണ്ടുപോകൂല. അല്ലെങ്കിൽ അതിൽ നിന്ന് ഖാലിസായ തൗബ ചെയ്തിട്ടാൾ മടങ്ങണം. ഖാലിസായ തൗബ ചെയ്തിട്ടാൾ മടങ്ങുന്നില്ല, മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ശിക്ഷ അല്ലാഹു തആല കൊടുക്കും. ഒന്ന് അതാണ്. രണ്ടാമത്തെ ഒന്ന് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത്, അതിന്റെ ശിക്ഷയും ദുനിയാവിൽ നേരത്തെ കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത്രയാളുണ്ടായിട്ട് സ്വലാത്തേക്കുന്നില്ല സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ വേഗം ചുരുക്കിട്ടു, എനിക്കങ്ങനെ സ്വഭാവമുണ്ട്. വയാത് കുറെ നടന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക്. ഞാൻ പലപ്പോഴും പറയലുണ്ട്, എനിക്ക് വയാത് പറയാൻ നല്ല സ്ഥലം, എനിക്ക് സന്തോഷമുള്ള സ്ഥലം ദ്വീപാണെന്ന് പറയും. ഞാൻ അവരെ സ്വലാത്ത് കേൾക്കുമ്പോൾ പിന്നെയും പറഞ്ഞു വയാത് ഇങ്ങനെ ആവേശത്തോടുകൂടെ മണിക്കൂർ 2 മണി 3 മണിയൊക്കെ ആവും ചിലപ്പോൾ അവിടെ വയാത് തീരാൻ രാത്രി. പക്ഷെ ആ സ്വലാത്തിന്റെ തർലിയത്തിന്റെ ആ വേദി വന്നാണ്ടല്ലോ, ഇപ്പൊ റാഹത്ത് ഇങ്ങനെ കിട്ടും. ഒരു പ്രത്യേക ആത്മനിർവൃതിയാണ്. ഉറക്കെ ചൊല്ലണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് അരുത് സഹോദര. എത്ര കഴിവുണ്ടെങ്കിലും, എത്ര ചുക്കി ചുളിഞ്ഞ ശരീരമാണെങ്കിലും അരുതാത്തൊരു വാക്ക് പറയരുത്, ഒരു പ്രവൃത്തി ചെയ്യരുത്. അനുഭവിച്ചിട്ടേ പോകും. എന്റെ സ്വഭാവം അങ്ങനെയാണ്. ബാക്കിയുള്ളതിനൊക്കെ അല്ലാഹു തആല ഒരു പക്ഷേ കുല്ലു ദുനൂബി മുഅഖറത്തുൽ ലിഅജ്ലിഹാ, എല്ലാ പാപങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെട്ടേക്കും. പക്ഷെ ഇത് ബന്ധിക്കൂല. ഈ പറഞ്ഞ രണ്ടെണ്ണം, അക്രമവും അതേ രൂപത്തിൽ മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പറഞ്ഞാൽ അടിച്ചു തള്ളിയിടണമെന്ന് കരുതരുതിട്ടോ. വാക്ക് മതി, മൗനം മതി, പ്രതിഷേധം മതി. മഹാന്മാരെണ്ണീട്ടുണ്ട്. വെറുപ്പിക്കലാകുന്ന സംഗതി എന്തെല്ലാണ്ടോ അതൊക്കെ അതിൽ പെട്ടു.
നീ ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ്. വാത്സല്യം തുളുമ്പി വരുന്ന നിന്റെ ഉമ്മ, നിന്റെ പരിരക്ഷകനായ ഉപ്പ നിന്നെ വിളിച്ചു, നീ അറ്റൻഡ് ചെയ്യുന്നില്ല. അറിയാ നിനക്ക് അവരാ വിളിക്കുന്നത്. പിന്നെയും പിന്നെയും വിളിച്ചു, നീ എടുക്കുന്നില്ല. അവരെ മനസ്സ് വേദനിച്ചോ? വേദനയാണ്. സുന്നത്തുസ്കാരം പോലും കൈയച്ചുകൊണ്ട് വിളിക്കുത്തരം ചെയ്യേണ്ട അത്രയും വലിയ മഹത്തുള്ള ആളുകൾ ലോകത്താരാള്. വേറൊരാൾ പറഞ്ഞ നമ്മുടെ ഒരു മുതലാളിയെ വിളിക്കണമെങ്കിൽ സുന്നത്തുസ്കാരത്തെ കൈയ്യേക്കാൻ പറ്റുമോ? സ്വന്തം ഗുരുനാഥനാ വിളിക്കുന്നത്, സുന്നത്തുസ്കാരത്തെ കൈയ്യേക്കാൻ പറ്റുമോ? സ്വന്തം ജ്യേഷ്ഠനാ സഹോദരനാ വിളിക്കുന്നത്, കൈയ്യേക്കാൻ പറ്റുമോ? ബാപ്പ വിളിച്ചു, ഉമ്മ വിളിച്ചു. എന്താണ് ആ വിളിന്റെ ഒക്കെ ഒരു മഹത്വം? ബാപ്പാന്റെ ഉമ്മാന്റെ ഒന്നും സമ്മതം വാങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെ നടത്തുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ ജാഗരൂകരാകണം. റബ്ബിന്റെ അദാബ് ചെറുതൊന്നുമല്ല കിട്ടുക. ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു, മകന്റെ സെലക്ഷൻ ശരിയായില്ല, മകളെ സെലക്ഷൻ ശരിയായില്ല, ഉമ്മാന്റെ ഉപ്പാന്റെ മനസ്സ് വേദനിച്ചു. ആ വേദനയുടെ ഫലം അനുഭവിക്കും സഹോദരൻ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാക്കാണ്, നമ്മളാരും വാക്കല്ല. അതുകൊണ്ട് അതിവിടെ നേരത്തെ കിട്ടുന്നതാണ്. ഒരിക്കലും ഉണ്ടാകരുത്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വൽ അസുർ, കാലം തന്നെയാണ് സത്യം. കാലത്തിന്റെ പരിശുദ്ധിയും മറ്റുമൊക്കെ മനസ്സിലാക്കി ഉള്ള കാലം നല്ല രൂപത്തിലും ഭാവത്തിലും അമല് ചെയ്തുകൊണ്ട് നന്നാക്കണം. കുറഞ്ഞ കാലം കൊണ്ട് വലിയ അമല് ചെയ്ത എത്രയോ ആളുകളുണ്ട്, അവരെ നമ്മൾ മാതൃകയാക്കണം. കുറഞ്ഞ കാലമേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷേ അമല് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് 250 കൊല്ലം നമ്മൾ ജീവിച്ചാലും നമുക്കത് നടക്കില്ല. നിങ്ങൾ നോക്ക്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചത് എത്ര വയസ്സാണ്? 54 വയസ്സല്ലേ ജീവിച്ചത്. ഹിജ്റ 150 ജനിച്ചു, 204 വഫാത്തായി. 204 വഫാത്തായി, 54 വയസ്സ്. കുട്ടിക്കാലം ഒരു 6 വയസ്സങ്ങ് വിട്ടേക്കു, ഖുർആൻ ഹിഫ്ളാക്കുന്നത് വരെയുള്ള കാലം. പിന്നെ ബാക്കിയുള്ള കാലം എടുത്തോളൂ. കുറഞ്ഞ വയസ്സല്ലേ അതിലുള്ളത്. 10-47 വർഷക്കാലം. ആ 10-47 വർഷക്കാലത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മൊത്തം ഓതിയ പരിശുദ്ധ ഖുർആനിന്റെ ഖത്മിന്റെ കണക്ക് തന്നെ കൂട്ടി നോക്കുമ്പോൾ ഒരു അമലാ പറയുന്നത്, വേറുള്ളത് വേറെയുണ്ട്. 20,000-ത്തിലധികമുണ്ട് സഹോദരങ്ങളെ, ചെറുതല്ല. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ജയിലിൽ വെച്ച് സുജൂദിലല്ലേ ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. സുജൂദിൽ നെറ്റി വെച്ച് ആ നെറ്റി പിന്നെ എടുത്തിട്ടില്ല, അങ്ങനെ തന്നെ വഫാത്ത് സംഭവിച്ചു. ആ സുജൂദിൽ നെറ്റി വെച്ച സ്ഥലത്തിരുന്നിട്ടാണ് സാധാരണ ഖുർആൻ ഓതാറുള്ളത്. ജയിലിലെ വാർഡന്മാരതൊന്ന് കണക്കുകൂട്ടി നോക്കി. എന്തിനാ ജയിലിലായത് എന്നറിയോ? ഭരണം ഏറ്റെടുക്കാത്തത് കൊണ്ട് ഭരണാധികാരികൾ ജയിലിലടച്ചു, നിർബന്ധിപ്പിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, രക്തം ശരീരത്തിലൂടെ ഒഴുകി, അങ്ങാടിയിലൂടെ ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ട് മഹാനവറുകളെ നടത്തിച്ചു. നിങ്ങളെന്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ചാലും എനിക്ക് ഭരണം വേണ്ട. അത് വല്ലാത്തൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. നമ്മളെ ആൾക്കാരൊക്കെ എത്ര പെട്ടെന്ന് അതിലേക്ക് പോയി വീഴുന്നത്. അതൊരു ചെറിയ വാർഡാണെങ്കിലും ഒരു പഞ്ചായത്താണെങ്കിലും സുഗമമാണ്, രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഭാരിച്ച ഒരു സംഗതിയാണത്. നിർവഹിക്കാൻ കഴിയുമെങ്കിലേ തലവക്കാവൂ. സൂക്ഷ്മതയുള്ള മഹാന് പറഞ്ഞു, എനിക്കത് വേണ്ട, നിങ്ങൾ എന്നെ എത്ര ശിക്ഷിച്ചാലും ഞാനത് സ്വീകരിക്കില്ല. ഭരണാധികാരികൾ ജയിലിലടച്ചപ്പോഴും ഖുർആനോത്തിന് മാറ്റമില്ല. സുജൂദിൽ നെറ്റിവെച്ച് ആ കിടക്കുന്ന സ്ഥലത്ത് ഖുർആനോദിയ ഖത്മിന്റെ എണ്ണം 7000 സുബ്ഹാനല്ലാഹ്. ഒരു ഖത്മു തീർത്തേടത്ത് മരിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭാഗ്യവാന്മാരായില്ലേ? റൂഹ് പിരിയുന്ന സ്ഥലത്തിന്റെ പരിശുദ്ധി അറിയുമോ? ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അള്ളാന്റെ ഖുർആൻ ഓതി തീർത്തത് 100 അല്ല, 1000 അല്ല, 7000.
ജയിൽവാസത്തിലും അവർക്ക് ടൈം പാസ് ഖുർആൻ തന്നെ. ഏതൊരാൾക്ക് നേരം പോക്കിന് എന്ത് വേണോ, വിശുദ്ധ ഖുർആന് പോലെ നേരം പോക്കിന് പറ്റുന്നൊരു ടൈം പാസിനുള്ള മധുരമുള്ളത് അല്ലാഹുവിന്റെ ലോകത്ത് വേറെ ഇല്ലേ ഇല്ല. നേരം പോക്കിന് എന്തിനാ കൂട്ടുകാരൻ? നേരം പോക്കിന് ഖുർആൻ തന്നെ ധാരാളമാണ്. അതുകൊണ്ടല്ലേ പഴയകാലത്തെ ഉലമാക്കൾ പറഞ്ഞത്, മൻ അറാദ മൂനിസൻ ഫയക്ഫീൽ ഖുർആൻ. ടൈം പാസിന് ഒരു സുഹൃത്തിനെ വേണോ, അവന് ഖുർആൻ മതി. ദുനിയാവിൽ ഖുർആൻ കൊണ്ട് നേരം പോക്കുന്ന മഹാന്മാർ ഖബറിലെത്തുമ്പോഴും ഖുർആനാണ്. കൂടുതൽ ഖുർആൻ ഓതിയ മഹാനുഭാവനല്ലേ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അരുമ ശിഷ്യൻ. ആ സാബിത്തുൽ ബുനാനി തങ്ങളെ മറവ് ചെയ്തിട്ട് മീസാൻ കല്ലൊക്കെ വെച്ച് ആളുകൾ ഇങ്ങനെ ചുറ്റുഭാഗത്തൊന്നും പിരിയാൻ നോക്കുമ്പോ യസ്മഊന തിലാവത്തൽ ഖുർആനി മിൻ ഖബരിഹി, മഹാനവർകളെ ഖബർ ഷരീഫിൽ നിന്ന് ഖുർആനോത്ത് കേൾക്കുന്നു. ദുനിയാവിലെ അവരെ നേരം പോക്ക് ഖുർആനാണ്. അത് തന്നെയാണ് അവർക്ക് ഏകാന്ത ജീവിതത്തിലും അവർക്ക് സന്തോഷവും വെളിച്ചവും നൽകുന്നത് ഖുർആനാണ്. ഓ സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആന് ചുരുങ്ങിയ കാലത്തെ ജീവിതത്തിൽ എത്ര ഓതി? ഇഷ്ടം പോലെ ഓതിയില്ലേ മഹാന്മാർ. 45 കൊല്ലം ജീവിച്ച ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനീ ഖിദ്മത്ത്, ദീനിന് ഖിദ്മത്ത് ചെയ്തത് കൂട്ടി നോക്കുമ്പോ അസാധ്യമാകുന്ന രൂപത്തിലല്ലേ ഖിദ്മത്ത് ചെയ്തിരിക്കുന്നത്. മഹാനവർകൾ എഴുതിയ കിതാബുകൾ ഓരോന്നും പരിശോധിച്ചാൽ ഓരോ ദിവസത്തേക്ക് കണ്ട് ഒരു പേജിലധികം ഖിദ്മത്ത് ചെയ്തത് എണ്ണിക്കണക്കാക്കാം. 45 കൊല്ലമാണ് ജീവിച്ചത്. പക്ഷേ ചെയ്ത അമലോ 400 വർഷത്തെ അമലുണ്ട്. പോയിന്റ് മറക്കരുത്. കുറഞ്ഞ കാലമാണെങ്കിലും കൂടുതൽ അമൽ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനെന്താ മാർഗം എന്നറിയോ? നിയ്യത്ത് നന്നാക്കുക. ഏത് ചെറിയ അമലിലും വലിയ അമലിലും നിയ്യത്ത് നന്നാക്കുക. ഹുസ്നുൻ നിയ്യ, നിയ്യത്ത് എപ്പോഴും നന്നാക്കുക. എന്നാ ചെയ്യുന്ന അമലൊക്കെ വലിയ വലിയ അമലായി മാറും. അഖ്ലിസ് ഖൽബക യക്ഫികൽ അമലുൽ ഖലീൽ. നിന്റെ മനസ്സ് നീ നിസ്വാർത്ഥമാക്കണം എപ്പോഴും. എന്നാ കുറഞ്ഞ അമല് തന്നെ മതി. അത് വലിപ്പുണ്ടാവും, വലിയ വലിപ്പുണ്ടാവും. കുറഞ്ഞ അമൽ തന്നെ മതി, വലിയ വലിപ്പുണ്ടാവും. നിയ്യത്ത് നന്നാക്കുക. ഓരോന്നിനും നിയ്യത്ത് നന്നാക്കുക. അപ്പൊ ഇഷ്ടം പോലെ കിട്ടും, ഒരുപാട് ദറജ കിട്ടും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ബദറിലെത്തിയ സ്വഹാബത്തിനോട് പറഞ്ഞു, ബദറിലെത്തിയ ആളുകളോട്, 300 ചില്ലറ മഹാന്മാരോട് പറഞ്ഞു, മാ ഖതഅതും വാദിയൻ വലാ ശിഅബൻ. നിങ്ങളൊരു മരഞ്ചലവും മുറിച്ചു കടന്നിങ്ങോട്ട് വന്നിട്ടില്ല, ഒരു കുന്നും മലയും കയറി വന്നിട്ടില്ല. നിങ്ങളെപ്പോലെ വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ കഴിയുന്ന കുറെ ആളുകൾ മദീനത്തുണ്ട്. നിങ്ങളെപ്പോലെ കൂലി അള്ളാഹു അവർക്കും കൊടുക്കും. എങ്ങനെ? നിയ്യത്ത് നന്നാക്കിയിട്ടാ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ബദറിൽ പോയിട്ടുണ്ടോ? ബദരീങ്ങളിൽ എണ്ണുന്നില്ലേ നമ്മള്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ബദറിൽ പോയിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പത്നിക്ക്, ഭാര്യക്ക് സുഖമില്ലാതെ മഹാനവറുകൾ മദീനത്തായിരുന്നു. ബദർ കഴിഞ്ഞു വരുമ്പോ ആ ഭാര്യ വഫാത്തായി. അവരെ ഖബറടക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നത്. പക്ഷേ ബദരീങ്ങൾ എണ്ണുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ എണ്ണുന്നില്ലേ? അങ്ങനെ എത്ര ആളുകളുണ്ട്. അവര് നിയ്യത്ത് നന്നാക്കിയപ്പോൾ ആ വലിയ സ്ഥാനം, ചെറിയ സ്ഥാനം നല്ലത്, അസ്ഹാബുൽ ബദറിൽ അവർക്ക് സീറ്റ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് സംഗതി ചെയ്യുന്നുണ്ടോ, ഇല്ലാ കാനൂ മഅകും. മദീനക്കാരായ മഹാന്മാർ നിങ്ങളോടൊപ്പമുണ്ട്. അവരറിയില്ല നമ്മൾ ഇതിനാ വന്ന് യുദ്ധത്തിന് വന്നതല്ലല്ലോ, പുറപ്പെട്ടല്ലോ. പിന്നെ അങ്ങനെ ആയി മാറിയതല്ലേ, അള്ളാഹുവിന്റെ കഥ അങ്ങനല്ലേ വന്നത്. പക്ഷെ ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവിടെ നിൽക്കൂല, അവർ ഓടി വരും. അവരാഗ്രഹിക്കുന്നുണ്ട്, എവിടുക്കാ നമ്മൾ പോയതെന്ന് എന്നും അന്വേഷിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം തന്നെ ആകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും ആ സ്ഥാനം അങ്ങോട്ട് കൊടുത്തു, ബദരീങ്ങളുടെ മഹത്വം കൊടുത്തു. നമ്മൾ നിയ്യത്ത് നന്നാക്കണം.
ചെറിയ അമലുകളാണെന്ന് കരുതി ഒഴിവാക്കരുത്. ചെറുതിലായിരിക്കും ഒരു പക്ഷേ വലിയ സ്വീകാര്യതയുണ്ടാകുക. ഏത് ചെറുതിനെയും പരിഗണിക്കണം. കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ അമലുകൾ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 2 സ്വഹാബിമാർ പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാളെ വീട്ടിലേക്കും മറ്റയാളെ വീട്ടിലേക്കും പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരതിർത്തി വിട്ട് മറ്റൊരാളെ യാത്രയക്കാൻ പോവുകയാണെങ്കിൽ, ആ യാത്രയപ്പ് വേളയിൽ അല്ലെങ്കിൽ വിട്ടുപിരിയുന്ന സമയത്ത് കൈപിടിച്ച് ഓതിക്കൊടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ ഒരു വലിയ ഉപദേശമാണ്. ജീവിതകാലം മുഴുക്കെ കാത്തു സൂക്ഷിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന വലിയൊരു ഉപദേശം. എല്ലാവർക്കും, കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ജീവിതത്തിൻ്റെ എല്ലാ ധാരകളും വിജയത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവരാനുള്ള വലിയ ഒരു ഉപദേശം ഈ ചെറിയ അധ്യായത്തിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഉപദേശം കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓതും. ഒരു സ്വഹാബി ഇങ്ങോട്ട് ഓതും, മറ്റേ സ്വഹാബി അങ്ങോട്ട് ഓതും. 2 പേര് ഓതിക്കൊടുക്കും. യാത്രയപ്പ് ചെയ്യുന്ന സമയത്ത് ഓതിക്കൊടുക്കൽ സുന്നത്തുള്ള ഒരു സൂറത്തും കൂടിയാണ്. യാത്രയപ്പിന് വേണ്ടി പോകുമല്ലോ നമ്മളെ വീട്ടുകാരൊക്കെ. പല വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ പോകും. ഭക്ഷണമൊക്കെ കഴിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ദ്വാരക്കണം എന്നൊക്കെ പറയും. ആ കൂട്ടത്തിൽ കൈപിടിച്ചുകൊണ്ട് ഓതിക്കൊടുക്കുക ഈ 3 ആയത്തുകളുള്ള സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇനിയൊരു പ്രത്യേക ഉപദേശം വേറെ പറയേണ്ട ആവശ്യമില്ല, എല്ലാം അതിൽ പെട്ടിട്ടുണ്ട്. യാത്രക്കാരന്റെ കൈപിടിച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുക്കേണ്ട ഒരു ദുആയുണ്ട്. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക്. ഏത് യാത്ര പോകുന്ന യാത്രക്കാരന്റെയും കൈപിടിച്ച് പറയണം, അസ്തൗദിഉല്ലാഹ ദീനക, നിന്റെ ദീന് ശരിയാം വണ്ണം നിന്നിൽ നിലനിർത്താൻ ഞാൻ അള്ളാഹുവിനോട് തേടുന്നു. നീ ഇപ്പൊ സുന്നിയായി പോയി കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുറച്ച് കാശ് കിട്ടുമ്പോഴേക്ക് മാറിപ്പോകാൻ പാടില്ല. വേറെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടോ ദീനെന്ന് നീ പുറത്തു പോകാൻ പാടില്ല. നീ യഥാർത്ഥ ദീന് ഇവിടെ ഉൾക്കൊണ്ട് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നല്ലാതെ മാറ്റമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് സൂക്ഷിക്കാൻ വേണ്ടി തേടുകയാണ്. അസ്തൗദിഉല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ സൂക്ഷിപ്പ് തേടുന്നു. ദീനക്ക, നിന്റെ ദീൻ, നീ ദീന് വിട്ടു പോകാൻ പാടില്ല. വ അമാനത്തക്ക, നിന്നെ കുറിച്ചുള്ള അമാനത്ത്, വിശ്വസ്തത, ഉത്തരവാദിത്ത ബോധം എന്നൊക്കെ അർത്ഥം പറയാൻ പറ്റുന്ന വാക്ക്. നീ ഏത് ജോലിക്ക് പോയാലും നിന്നിൽ അമാനത്താണ് കാതലായിട്ട് വേണ്ടത്. ആരെയും പറ്റിക്കാതെ, ആരെയും വഞ്ചിക്കാതെ, വേറെ ചതിയിലൊന്നും പെടാതെ വിശ്വസ്തയോടുകൂടെ നിലനിൽക്കാൻ ഞാൻ അള്ളാഹുവിനോട് തേടുന്നു. നിന്റെ കർമ്മങ്ങളുടെ പരിസമാപ്തിയൊക്കെ നിനക്ക് അനുകൂലമാകണം, ആഖിറത്തിൽ പ്രതികൂലമാകരുത്. അനുകൂലമായി കിട്ടാനും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കും. ഈ വിശാലമായ 3 ചോദ്യങ്ങളും ചോദിക്കുന്ന ദുആ അത് നടത്തൽ സുന്നത്തുണ്ട്. യാത്രയപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ പോയി കണ്ടുപോന്നാ പോരാ. കൂട്ടത്തിൽ ഇനി ഏത് യാത്രയപ്പിന് പോവുകയാണെങ്കിലും ഒരു വല്ലാസുരി കൈ പിടിച്ച് ഓതി കൊടുക്കണം. എന്താപ്പെന്ന് മദരിച്ചത് വന്ന് കിട്ടിയെന്ന് ആരും പുതിയതായിട്ട് ചോദിച്ചാൽ കൂടുതൽ പറയണ്ടേ, നമ്മൾ ഉൾക്കൊള്ളണ്ടേ. കൈ പിടിച്ചുകൊണ്ട് കൂട്ടുകാരൻ ഞാൻ പോകാന്ന് പറയും, പോക എന്നാ ഒരു വല്ലസുരി ഓതി കൊടുക്കുക. കുറെ നേരമൊന്നുമില്ലല്ലോ, യാസീനൊക്കെ അതിനൊക്കെ നേരത്തെ വരും. ഒരു വല്ലാസുരി ഓതി കൊടുക്കുക. അവിടുന്ന് ഇങ്ങോട്ടും ഒരു വല്ലാസുരി, നമ്മൾ അങ്ങോട്ടും ഒരു വല്ലാസുരി സൂറത്ത്. ആ സൂറത്തിന്റെ അർത്ഥതലങ്ങൾ കേൾക്കുമ്പോൾ ഓതിക്കൊടുക്കേണ്ട സൂറത്ത് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആൻ മൂജസായ കലാമാണ്. ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് വലിയ ആശയങ്ങൾ അല്ലാഹു തആല ലോകത്തെ പഠിപ്പിക്കുന്ന വളരെ ഭംഗിയുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ വിവരണം. ചെറിയ വിഷയങ്ങളാണ് പറയാ, പക്ഷെ അതിൽ ഉൾപ്പെടാത്ത ഒന്നും ഉണ്ടാകൂല.
എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അത് പഠിക്കാനും ചിന്തിക്കാനും കൂടുതൽ ഗ്രഹിക്കാനും സമയവും അവസരങ്ങളും നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. ഞാൻ കൂടുതലായി നീട്ടിപ്പറഞ്ഞ് വിശദീകരണങ്ങൾ കുറക്കുന്നില്ല. തഫ്സീർ തന്നെ ധാരാളം പറയാനുണ്ട്. അപ്പോൾ വൽ അസ്രി സൂറത്ത് ഇത്രയും മഹത്തുള്ളൊരു സൂറത്താണ്. സ്വഹാബത്ത് ദിനം പ്രതി വസിയ്യത്ത് എന്ന നിലക്ക് കൂട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുക്കുന്ന സൂറത്ത്. വളരെയധികം പ്രത്യേകതയുള്ള ഈ സൂറത്ത് ജീവിതത്തിൽ നമ്മളും പതിവാക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിന്റെ വിശദീകരണം പിന്നെ പലപ്പോഴും കേൾക്കുന്നതല്ലേ. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അർ റഹ്മാൻ അർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് ചെറിയ ഒരു രൂപത്തിൽ നമ്മൾ അർത്ഥം പറയും. വിശാലമായ അർത്ഥങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അല്ലാഹ്, റഹ്മാൻ, റഹീം എന്ന 3 മഹത്വമേറിയ ഇസ്മുകൾ അടങ്ങിയ ബിസ്മില്ലാഹി വലിയ മഹത്വമുള്ള ദിക്റാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതില് 19 അക്ഷരങ്ങളാണ് അല്ലേ. എണ്ണി നോക്കിയാൽ ഒഴിവുപോലെ എണ്ണി നോക്കിയാൽ മതി, അപ്പൊ കിട്ടും. 19 ഹർഫുകളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുള്ളത്. അത് വലിയൊരു കാവലാണ്. നാളെ നരകത്തിന്റെ പാർശ്വങ്ങളിൽ അല്ലാഹു നിർത്തിയിരിക്കുന്നത് അലൈഹാ 19 മലക്കുകളെയാണ്. സബാനിയത്ത്, കാവൽക്കാർ. ഉസ്താദെ, ഇത്രയും വലിയ ജനാവലിക്ക് ഇത്രയും വലിയ ആളുകളെ നിയന്ത്രിക്കാൻ 19 ഒന്ന് മതി. കാരണം ആ 19 എണ്ണത്തിന്റെ വലുപ്പവും അതിന്റെ വ്യാസവും കേട്ടാല് ഒന്നെന്നെ മതി എന്ന് പറയും. സബാനിയത്തിന്റെ കണക്കാണ് 19 എന്ന് പറഞ്ഞത്. നരകത്തിന്റെ ഭാഗങ്ങളിൽ നിൽക്കുന്ന കാവൽ ഭടന്മാർ വല്ലാത്ത ആരോഗ്യവന്മാരാണ്. അവരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്, അലൈഹാ മലായികത്തുൻ ശിദാദുൻ ഗിലാദ്. ആ നരകത്തിന്റെ മുകൾ ഭാഗത്ത് നല്ല മല്ലന്മാരായ ഗൗരവ സ്വഭാവം മാത്രമുള്ള മലക്കുകളുണ്ട്. അവരെ ആ ശക്തി, അവരെ ആ ഹൈറ്റും വെയിറ്റും വിശദീകരിച്ചപ്പോൾ ഹദീസിൽ പഠിപ്പിച്ചു, ഒരു മലക്കിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള വ്യാസം, വലുപ്പം മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്ര വിസ്തീർണമുണ്ട്. ഒരൊറ്റ മലക്കിൻ്റെതാണ് അങ്ങനത്തെ 19. ആ 19 മലക്കുകളുടെ കുളത്തിലും പെടാതെ അവര് വലിച്ച് നരകത്തിലേക്ക് വീഴ്ത്തുന്നതിൽ പെടാതിരിക്കാൻ വലിയൊരു കാവൽ മന്ത്രമാണ് ഈ 19 ഹർഫുകൾ എന്ന് ബിസ്മില്ലാഹിയുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ബിസ്മി എല്ലുന്ന ആള് എപ്പോഴും പൂർണ്ണമായി ചൊല്ലണം, പിശുക്കരുത് എന്നർത്ഥം. ഒരു ബിസ്മില്ലാഹി മാത്രാക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മില്ലാഹി എന്നാക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവനായിട്ട് ചൊല്ലുക. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി തുടങ്ങും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാഹനത്തിൽ കയറുമ്പോഴും ബിസ്മില്ലാഹി ചൊല്ലൽ സുന്നത്തുള്ള എല്ലാ മേഖലകളിലും ബിസ്മില്ലാഹി മുഴുവനായി ചൊല്ലുക. അറവ് നടത്തുന്നതൊട്ട് വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ചിലരവിടെ സംശയം കൊണ്ടുവന്നു, അറവ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയല്ലേ, അതുകൊണ്ട് റഹ്മാനുർ റഹീം ഉച്ചരിക്കണോ? അറവ് അർത്ഥുകൊണ്ട് വേദനിപ്പിക്കുന്ന സംഗതിയല്ലേ. അല്ല, അറവ് നടത്തുന്നത് പെട്ടെന്ന് മരണം കിട്ടാനുള്ള എളുപ്പമാർഗമാണ്. അതുകൊണ്ട് അതൊരു റഹ്മത്താണ്. റഹ്മത്തിന് കുറവൊന്നുമില്ല, റഹ്മത്ത് കൂട്ടിച്ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇരിക്കട്ടെ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മഹത്വം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പതിവാക്കുക. വൽ അസുർ, കാലം തന്നെയാണ് സത്യം. കാലത്തെ സത്യം ചെയ്ത് അല്ലാഹു തആല മാലോകരെ പഠിപ്പിക്കുന്നു വലിയൊരു പ്രമേയം. കാലം തന്നെയാണ് സത്യം. വൽ അസുർ എന്നതിന്റെ ഒരു വിവക്ഷയാണത്. എന്തേ കാലത്തെ സത്യം ചെയ്യുന്നത്? കാലം എന്ന് പറയുന്നത് അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ്. കാലത്തിന്റെ ചലനം, അതിന്റെ നിയന്ത്രണം, അതിന്റെ വ്യത്യസ്തതകൾ, വിവിധ രൂപത്തിലുള്ള ആ കാലത്തിന്റെ ഗമനം, സുഗമമായ അതിന്റെ നടത്തിപ്പ്, അതിന്റെ രാവും പകലും, ഗ്രീഷ്മകാലവും അതുപോലെ തന്നെ ഉഷ്ണകാലവും ശൈത്യകാലവും ഹേമന്തകാലവും വസന്തകാലവും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന കാലം. കാലം മനുഷ്യനെ വലിയൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്?
ഈ രൂപത്തിൽ കാലം സ്വമേധയാ സഞ്ചരിക്കാൻ ഒരു നിലക്കും കഴിയില്ല. കാലം ഈ രൂപത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ആ സഞ്ചാരത്തിന്റെ പിന്നിൽ ഒരു ചാലക ശക്തിയുണ്ട്. കാലത്തെപ്പറ്റി പഠിക്കുന്ന മനുഷ്യൻ തീർത്തും അവന്റെ പഠനം എത്തിച്ചേരുന്നത് ഈ കാലത്തെ നിയന്ത്രിക്കുന്നൊരു നിയന്താവുണ്ട്. തീർച്ചയാണ് കാലത്തെ നിയന്ത്രിക്കുന്ന നിയന്താവുണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ ആ നിയന്താവ് ആരാണ്? ആ നിയന്ത്രിക്കുന്നവൻ ആരാണ്? അന്നഹു ഹുവല്ലാഹ്. അത് പരമശക്തിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം ഈ രൂപത്തിൽ നിയന്ത്രിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഈ രൂപത്തിൽ ഇതിനെ കൂട്ടിയോജിപ്പിക്കാനും ഇതിനെ ചലിപ്പിക്കാനും അല്ലാഹുവിന് മാത്രമേ കഴിയൂ. കാലത്തിന്റെ ഗമനം എന്തൊരു സൗന്ദര്യമാണ് സഹോദരങ്ങളെ. രാവും പകലും ഒരുപോലെയാണോ? അല്ല. രാത്രി സമയത്തൊരാൾ ഉറങ്ങുന്നതും പകല് സമയത്തൊരാൾ ഉറങ്ങുന്നതും അയാളെ ശരീരത്തിന്റെ ആരോഗ്യഘടനയ്ക്ക് എത്ര വലിയ മാറ്റമുണ്ട്. തീർത്തും മാറ്റമുണ്ട്. രാത്രി ഉറക്കമൊഴിച്ചാൽ ആ ഉറക്കിന് പകരമാകില്ലല്ലോ പകലിലെ ഉറക്കം. മുഴുവനായി രാത്രി ഉറക്കം ഒഴിക്കുന്ന ഒരാൾക്ക് എത്ര പകലിൽ ഉറങ്ങിയാലും രാത്രിയുടെ ഉറക്കത്തിന്റെ പകരമാകില്ല അതൊന്നും. രാത്രിയുടെ ഉറക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് സംവിധാനിച്ചത്? ആരോഗ്യത്തിന്റെ ഒരു പ്രത്യേക സൗന്ദര്യം സംവിധാനിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതേ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവെ ശാന്തമായ രൂപത്തിലല്ലേ രാത്രിയെ സംവിധാനിച്ചിരിക്കുന്നത്. പകല് അങ്ങനെയല്ലല്ലോ. പകല് ചലിക്കുന്ന രൂപത്തിലാണ് പകലിനെ സംവിധാനിച്ചിരിക്കുന്നത്. സജീവതയുടെ രൂപമാണ് പകല്. രാത്രി പൊതുവെ നിശ്ചലമായ രൂപമാണ്. രണ്ട് സമയവും റബ്ബ് സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചു കൊണ്ടുവരുന്നത് ഓരോ ജീവികളുടെയും ഓരോ സൃഷ്ടിയുടെയും വളർച്ചക്കും അതിന്റെ വികസനത്തിനും അതിന്റെ എല്ലാവിധ സൗന്ദര്യത്തിനും രാവും പകലും വ്യത്യസ്ത പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലത്തെ സംബന്ധിച്ച് മനുഷ്യൻ നന്നായി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല വെറുതെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞതല്ല. വൽ അസ്രി, കാലം തന്നെയാണ് സത്യം. കാലത്തിന്റെ അത്ഭുതങ്ങൾ നീ പഠിക്കണം. കാലത്തെ സംബന്ധിച്ച് നീ ചിന്തിക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, മനുഷ്യ കാലത്തെ പറ്റി ആലോചിക്കുന്ന നീ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും വരാനിരിക്കുന്ന കാലം എത്രയുണ്ട് എന്ന് നിനക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഭാവി കാലം നീ നന്നാക്കുകയും വേണം. ഓരോ കാലത്തെ പറ്റിയും നിനക്ക് ചിന്തയുണ്ടാകണം. ഓരോ ആയുസിലും അല്ലാഹു തആല നമുക്ക് തരുന്ന മാറ്റങ്ങൾ കണ്ടില്ലേ സഹോദരങ്ങളെ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അന്ന് മുതൽക്ക് 24 മണിക്കൂറല്ലേ അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. ആ 24 മണിക്കൂറിന് മാറ്റമില്ലല്ലോ. പക്ഷേ ഈ 24 മണിക്കൂർ അത് ദിവസവും ആഴ്ചയും വർഷവുമായി വരുമ്പോ അതിനെ സ്വീകരിക്കുന്ന ഓരോറ്റിലും മാറ്റമുണ്ട്. മനുഷ്യൻ കുട്ടിക്കാലം പോലെയാണോ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൗമാരത്തിലെത്തുമ്പോ അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് യൗവനത്തിലെത്തുമ്പോ മാറ്റമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിലെത്തുമ്പോ മാറ്റമുണ്ടല്ലോ. ഓരോ ഘട്ടത്തിലും മനുഷ്യന് മാത്രമല്ല, ഒരു ചെടിയാണെങ്കിലും ഒരു ഉറുമ്പാണെങ്കിലും ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. എന്താ സഹോദരങ്ങളെ ഈ കാലം ഈ മാറ്റത്തിന് അനിവാര്യമായി നമുക്ക് തന്നത്? കാലത്തിന്റെ സൗന്ദര്യം നോക്ക്. നിങ്ങൾ അതിൽ ചേഞ്ച് ഇല്ലല്ലോ. 24 മണിക്കൂറല്ലേ മുമ്പും ഇപ്പോഴും ഉള്ളത്. പക്ഷേ വർഷങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോ നമ്മുടെ ജീവിതത്തിലും ഓരോ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. സൂര്യന്റെ ചലനത്തിന് വരെ മാറ്റം സംഭവിക്കുന്നുണ്ട്. ശാസ്ത്രലോകം അല്ല, പണ്ഡിതന്മാരായ ആളുകൾ വരെ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. സൂര്യന് താപനില വർദ്ധിക്കുന്നു എന്ന് ഇന്ന് ശാസ്ത്രം എഴുതുന്നു. സൂര്യന്റെ താപനില കൂടി വരുന്നത് വർഷം കൂടുമ്പോ ഓരോന്നും അതിന്റെ ഡിഗ്രി കൂടുന്നത്. സൂര്യന്റെ അസ്തമയത്തിന് അതിന്റെ അവസാനത്തിനുള്ള തെളിവായിട്ടാ പറയുന്നത്. സൂര്യനൊരു അവസാനമുണ്ടോ? ഉണ്ട്. ചന്ദ്രന് അവസാനമുണ്ടോ? ഉണ്ട്. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും നിശ്ചിത കാലമേ സഞ്ചരിക്കുകയുള്ളൂ.
അതിനൊരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ അതിന്റെ ആ എല്ലാവിധ പ്രകാശ കിരണങ്ങളും അസ്തമിച്ച് സൂര്യന്റെ ചലനം നിന്നുപോകും, ചന്ദ്രന്റെ ചലനവും നിന്നുപോകും, അതിന്റെ പ്രകാശ കിരണങ്ങളെല്ലാം തീർന്നുപോകും. നക്ഷത്രങ്ങൾക്ക് വരെ അങ്ങനെ ഒരു അവസാനം അല്ലാഹു നൽകിയിട്ടില്ലേ? ഇതെല്ലാം കാലത്തിൽ അല്ലാഹു തആല സംയോജിപ്പിച്ച വിഷയങ്ങളാണ്. ആകയാൽ കാലത്തിന്റെ ഈ രഹസ്യ സ്വഭാവങ്ങൾ, ഈ വ്യത്യസ്തതകൾ, ഈ അത്ഭുതങ്ങൾ, ഇതൊക്കെ പഠിക്കണം മനുഷ്യൻ. എന്തിന്? ആ മനുഷ്യൻ ഇത് പഠിക്കുമ്പോൾ ഈ കാലത്തിന്റെ പിന്നിൽ ഒരു ചാലക ശക്തിയുണ്ട്. അതൊരിക്കലും മനുഷ്യനല്ല. കാരണം കാലം ഉണ്ടായ ശേഷമല്ലേ മനുഷ്യൻ വന്നത്. മനുഷ്യനെ പോലെ കഴിവുള്ള ഒരു സൃഷ്ടിയുമാണോ? അല്ല. പിന്നെയോ മനുഷ്യനെ പോലെ കഴിവുള്ള സൃഷ്ടിയല്ല, മറ്റു സൃഷ്ടികളെ പോലെ കഴിവുള്ള ഒരു സൃഷ്ടിയാകാൻ പാടില്ല. എല്ലാ സൃഷ്ടികളും കാലത്തിന്റെ പിറകിൽ ഉള്ളവരാണ്. അപ്പൊ കാലത്തിനതീതനായ ഒരു ശക്തി വേണം. ആരാണ് ആ ശക്തി? കാലത്തെ സംവിധാനിച്ച അല്ലാഹ്. അതുകൊണ്ടാണ് കാലത്തെ പഠിക്കരുത് എന്ന് പറഞ്ഞത്. ഒരു കാലത്തെയും ചീത്ത പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ആളുകൾക്കൊരു പൊതുവെ സ്വഭാവമുണ്ട്, ഉസ്താദേ ഇപ്പത്തെ കാലം അങ്ങനെയാണ്, ഇപ്പത്തെ കാലത്ത് ഇങ്ങനെയാണ്, മറ്റേ കാലത്ത് അങ്ങനെയാണ്. കാലത്തിന് എന്ത് കുറവാ സഹോദരങ്ങളെ സംഭവിച്ചത്? കാലത്തിന് എന്ത് പോരായ്മയാ സംഭവിച്ചത്? കാലത്തെ പഠിക്കരുത്. ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ ചീത്ത പറയരുത്. ഫഇന്നഹു ഹുവല്ലാഹ്, കാലം പടച്ച് സംവിധാനിച്ചവൻ അല്ലാഹുവാൻ. കാലത്ത് ചീത്ത പറയാൻ പാടില്ല. കാലത്തിന് അതിന്റെ സൗന്ദര്യം പണ്ടുള്ളതുപോലെ ഇപ്പോഴുണ്ട്, ഒരു കുറവില്ല. കുറവുണ്ടെങ്കിൽ നാ പറയണ്ടേ അല്ലേ? 24 മണിക്കൂർ എന്നുള്ള കുറഞ്ഞ് 23 ആയിട്ടുണ്ട്. അങ്ങനെ വേഗത കൂടി വരുന്ന ഒരു സമയം വരുമോ? അത് വരും, അത് വരാനുണ്ട്. ആ രൂപത്തിലുള്ളത് വരും. ഒരു വർഷം പോലെ, ഒരു ദിവസം ഒരു വർഷം പോലെ, ഒരു മാസം അതുപോലെ, ഒരാഴ്ച അതുപോലെ, ആ രൂപഭാവങ്ങളൊക്കെ വരാനുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ. അപ്പോഴും 24 മണിക്കൂർ എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. അതതിന്റെ രൂപത്തിൽ തന്നെ ഉണ്ടാവും. കണക്ക് കൂട്ടിയാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ കാലത്തിന് എന്ത് കുറവ്? നമ്മളെന്തിന് കാലത്തിലേക്ക് എല്ലാം ചേരി തീർത്തി പറയണം? ഇപ്പത്തെ കാലം എങ്ങനെയാണ്, ഇപ്പത്തെ കാലം എങ്ങനെയാണെന്നല്ല, കാലക്കാരെ പറയേണ്ടത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ കാലത്തെ പഴിക്കുന്നു, എന്തിനും കാലത്തെ പഴിചാരുന്നു. സത്യത്തിൽ കാലത്തിനൊരു കുറവും ഇല്ല. വൽ ഐബു ഫീനാ, പോരായ്മയുള്ളത് നമ്മിലാണ്. നമ്മിലുള്ള കുറവെന്തിനാണ് കാലത്തിലേക്ക് ചേർത്തി പറയുന്നത്? കാലത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്, കാലത്തെ കുറവാക്കി സംസാരിക്കരുത്. കാലത്തിന് സൗന്ദര്യം നൽകിയതും അതിനെ പടച്ച് സംവിധാനിച്ച് ചലിപ്പിക്കുന്നതും അല്ലാഹുവാണ്. കാലത്തിനെ പഠിക്കുമ്പോൾ അത് അല്ലാഹുവിനെ പഠിക്കലാകും. സത്യത്തിൽ ഈ കാലത്തുള്ള ഏറ്റവും വലിയ കുറവെന്താണെന്നറിയോ? നമ്മളാണ് ഈ കാലത്ത് ജീവിച്ചു എന്നുള്ളതാണ്. വമാലി സമാനിനാ ഐബുൻ സിവാനാ, നമ്മുടെ ഈ കാലത്തിനൊരു കുറവ് നമ്മൾ മാത്രമാണ്, വേറെ ഒന്നുമല്ല. ആ കുറവ് ശരിക്ക് കാലത്തിന് സംസാരശേഷി അല്ലാഹു കൊടുക്കുന്ന ഒരു സമയം വരും. വലൗ നതഖസ്സമാനു ലനാ ഹജാനാ, കാലം നമ്മളോട് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മെ കാലം കളിയാക്കി കരയും. കാലത്തെ അല്ലാഹു സാക്ഷിയാക്കി കൊണ്ടുവരുന്ന ഒരു സമയം വരുന്നുണ്ട് പരലോകത്ത്. സമയം എന്നുള്ളത് സാക്ഷിയായി എവിടെ വരും? ഒരു മുസ്ലിമായ മനുഷ്യന് 7 സാക്ഷികളല്ലേ അല്ലാഹു നൽകുന്നത്. അതിലൊരു സാക്ഷി സമാനാണ്. സമാൻ അവിടെ വിളിച്ചു പറയും, കറക്റ്റ് ടൈം പറയും, മണിക്കൂർ പറയും, സെക്കൻഡ് പറയും, മൈക്രോ സെക്കൻഡ് എല്ലാം കൃത്യമായി വിവരിച്ചു പറയും. ഒന്നും തെറ്റായി തോന്നുകയില്ല. ക്യാമറയിൽ ഇന്ന് കറക്റ്റായി ക്യാമറ മിന്നുമ്പോൾ മണിക്കൂറും മിനിറ്റും സെക്കൻഡ് സൂചിയും ഒക്കെ കാണാറില്ലേ? എല്ലാം വളരെ കൃത്യമായി കാണാറില്ലേ? 12:46 ആണ് നീ ഇവിടെ ആ നിയമം തെറ്റിച്ചത് എന്ന് ക്യാമറ മിന്നി കാണിക്കുന്നു.
നീ കറക്റ്റ് നോക്കുമ്പോൾ ഒരു പിഴവും ഇല്ലാതെ നിനക്കത് ബോധ്യപ്പെടുന്നു എങ്കിൽ സഹോദരാ, നാളെ ആഖിറത്തിൽ സമാന് വന്നിട്ട് സാക്ഷി നിൽക്കുമ്പോ സമാനതിന്റെ കറക്റ്റ് കണക്ക് പറയും. നന്മ ചെയ്തതിനും സാക്ഷിയാകും, തിന്മ ചെയ്തതിനും സാക്ഷിയാകും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വായിക്കുന്ന ദിവസം എന്ന് ഖുർആൻ പറഞ്ഞത് ഈ വിവരണങ്ങളെ സംബന്ധിച്ചാണ്. ഇരിക്കട്ടെ, കാലത്തെ പഠിക്കരുത്. കാലത്തിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കാലവും മെച്ചപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന ആയുഷ്കാലം നന്നായി ജീവിക്കാനാണ് നീ നോക്കേണ്ടത്. എത്ര കുറഞ്ഞ കാലമാണെങ്കിലും നിനക്ക് നല്ല അവസരങ്ങൾ ഒരുപാട് അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു എനിക്ക് അവസരങ്ങൾ തന്നില്ല എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല. അതിനാണ് അള്ളാഹു തആല അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് എത്ര മോശപ്പെട്ട ആളുകളെയും നിങ്ങൾ നോക്ക്, പെട്ടെന്ന് അള്ളാഹു തആല ശിക്ഷിക്കുന്ന സ്വഭാവം അള്ളാഹു തആലക്കില്ല. ലോകത്ത് ഒരേ ദിവസം തന്നെ 10,000-ത്തിലധികം വരുന്ന കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ട് കൊല്ലാകൊല നടത്തിയ ആളാണ് ഫിർഔന്. അവനെ ഒറ്റടിക്ക് അള്ളാഹു തആല തീർത്തിട്ടില്ലല്ലോ. എത്ര ദൃഷ്ടാന്തങ്ങൾ അവന്റെ മുന്നിൽ അള്ളാഹു കാണിച്ചു കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് തന്ത്രപൂർവം തെറ്റുവല്ലുണ്ടാക്കി ഇബ്ലീസിന്റെ കൽപ്പന പ്രകാരം തെറ്റുവില്ല് ഘടിപ്പിച്ച് വലിച്ചെറിഞ്ഞ ആളാണ് നുമ്രൂദ്. പെട്ടെന്ന് അവൻ അള്ളാഹു കൊന്നുകളഞ്ഞു? ഇല്ല. എത്ര കാലം കഴിഞ്ഞു? കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ കൂടെയുള്ള പല ആൾക്കാരും സ്പോട്ടിൽ മരിച്ചു, പക്ഷികളെ കല്ല് കൊണ്ടിട്ട്. പക്ഷെ അബ്രഹത്തിനെ വീണ്ടും ആ മക്കയിൽ നിന്ന് യമനിലേക്ക് ചുമന്നു കൊണ്ടുപോയി അബ്രഹത്തിന്റെ വയറ് വീർത്ത് വികസിച്ച് പൊട്ടി ഒലിച്ച് രോഗഗ്രസ്തനായി കിടന്ന് കുറെ കഴിഞ്ഞിട്ടാണ് അബ്രഹത്ത് മരിക്കുന്നത്. ഇതിനാ അല്ലാഹു തആല അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾ? സമയം കിട്ടിയില്ല ചിന്തിക്കാനും മടങ്ങാനും എന്ന് ആരും പറയരുത്. നമ്മളും പറയരുത് നന്നാകാൻ നേരം കിട്ടിയിട്ടില്ല. അതിനാണ് ഈ സമയങ്ങളൊക്കെ വെച്ച് തരുന്നത്. സമയത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു പാഠം നല്ലോണം പഠിക്കാനുള്ള അതാണ്. എന്തിനാണ് അല്ലാഹു തആല ആയുസ് നീട്ടിത്തരുന്നതെന്ന് അറിയോ? തീർക്കേണ്ട ബാധ്യതകളൊക്കെ തീർക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്ന് അവിടുന്ന് പറഞ്ഞാലേ കാറ്റലോഗ് കൊണ്ടുതരും. ഒഴിവ് സമയത്തിന്റെ ലിസ്റ്റ് മൊത്തം കൊണ്ട് തരും. ആണിനും പെണ്ണിനും തരും. ഇത്ര ബാധ്യത ഉണ്ടായിട്ട്, ഇത്ര സമയം ഉണ്ടായിട്ട്, ഇത്ര ഒഴിവ് കഴിവുണ്ടായിട്ട്, ഇത്ര സമ്പത്ത് ഉണ്ടായിട്ട് എന്റെ നീ വീട്ടാതിരുന്ന് സമയം കിട്ടിയില്ലാണോ? ആരോടാ നീ ഇത് പറയുന്നത്? അത് ദുന്യാവിൽ ആരോടെയും പറയാൻ പറ്റും. സമയം കിട്ടിയില്ല, തിരക്കാണ്, വിസയാന്നൊക്കെ. അവിടെ നടക്കൂലെന്നോ? അതിനാണ് അല്ലാഹു തആല അക്രമികളെ വരെ നോക്ക് നിങ്ങൾ. പരാക്രമം ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ലോകത്ത്. പെട്ടെന്ന് അല്ലാഹു നശിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഓതുന്നില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നില്ലേ സൂറത്തുൽ കഹ്ഫ്? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറയുന്നില്ലേ? നമ്മോടൊക്കെ പഠിപ്പിക്കുന്ന ഒരു പഠനമില്ലേ സഹോദരങ്ങളെ? വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ. നിന്റെ രക്ഷിതാവായ അല്ലാഹു തആല അൽ ഗഫൂർ, കൂടുതൽ പൊറുക്കുന്നവനാണ്. ദുർ റഹ്മതി, കാരുണ്യമുള്ളവനാണ്. ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. അനിഷ്ട പ്രവർത്തനങ്ങളെ കൊണ്ട്, അരുതായ്മകളെ കൊണ്ട് അല്ലാഹു തആല അക്രമികൾക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, പെടുന്നനെ ശിക്ഷ കൊടുത്ത് അല്ലാഹുവരെ നശിപ്പിക്കുമായിരുന്നു. ഇല്ലല്ലോ. അല്ലാഹു തആലാക്ക് കഴിവ് കുറവുണ്ടായിട്ടാണോ? അല്ല. പിന്നെന്തേ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് അവസരം വേറെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ് ബല്ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇലാ. ബല്ലഹും മൗഇദ്, അവർക്കൊക്കെ ഒരു വാഗ്ദത്ത സമയം വരാനുണ്ട്, ഒരു വാഗ്ദത്ത സ്ഥലം വരാനുണ്ട്. ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇലാ. അവിടുന്ന് രക്ഷപ്പെട്ടു ഓടാൻ, അവിടുന്ന് ഓടി ഒളിക്കാൻ, മാറി മറയാൻ ഒരാൾക്കും ഒരിക്കലും കഴിയില്ല.
പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ ഒളിവിൽ പോയി എന്ന് പറയും, മറവിൽ പോയി എന്ന് പറയും, ആളെ കാണാതായി എന്ന് പറയും. അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്ത സമയം, വാഗ്ദത്ത സ്ഥലം, അവിടുന്ന് വിട്ടുപോകാനോ തെറ്റിപ്പോകാനോ ചുളിവിൽ മറന്നു പോകാനോ ഒരാൾക്കും സാധ്യമല്ല. അതിനു വേണ്ടി അല്ലാഹു തആല അങ്ങോട്ട് ബാക്കി വെക്കുന്നു.